മുഗ്രാലിൽ നടക്കുന്ന കാസർഗോഡ് ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ മാർഗം കളി മത്സരത്തിലെ വിദ്യാർത്ഥികൾക്കെതിരെ ഗുരുതര ആരോപണം. പ്രധാന ഘടകമായ വസ്ത്രത്തിൽ വീഴ്ച വരുത്തിയ ടീമിനാണ് ഒന്നാം സ്ഥാനം നൽകിയതെന്ന് ആരോപിച്ച് രക്ഷിതാക്കളും മറ്റ് ടീം അംഗങ്ങളും വിധികർത്താക്കൾക്കെതിരെ രംഗത്തെത്തി. ജഡ്ജസ്മാരുടെ യോഗ്യത വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് DD ഓഫീസിന് മുന്നിൽ വിദ്യാർത്ഥികൾ പരാതിയുമായി എത്തുകയും ചെയ്തു. മുഗ്രാലിൽ നടക്കുന്ന കാസർഗോഡ് ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ മാർഗം കളി മത്സരത്തിൽ വിധികർത്താക്കൾക്കെതിരെ ഗുരുതര ആരോപണവുമായി രക്ഷിതാക്കൾ. പ്രധാന ഘടകമായ വസ്ത്രത്തിൽ വീഴ്ച വരുത്തിയ ടീമായ ചെസ് നമ്പർ 4-നാണ് ഒന്നാം സ്ഥാനം നൽകിയത്. ഇതിനെ തുടർന്നാണ് രക്ഷിതാക്കളും മറ്റ് ടീം അംഗങ്ങളും വിധികർത്താക്കൾക്ക് നേരെ സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. മാർഗം കളിയെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത വിധികർത്താക്കളെയാണ് വിധി നിർണയത്തിനായി നിയോഗിച്ചിരിക്കുന്നതെന്ന് ഇവർ ആരോപിച്ചു. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ HS വിഭാഗം മാർഗം കളിയിൽ മത്സരിച്ച കുട്ടികളാണ്. പല സ്കൂളുകളിലെ കുട്ടികളാണ് നമ്മൾ. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ജഡ്ജ്മെന്റിൽ എതിർപ്പുണ്ട്. ജഡ്ജ്മെന്റ് ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം നമുക്ക് അത്രക്ക് ഉറപ്പുണ്ട്. ഫസ്റ്റ് ടീമിന് അത്രക്ക് അപാകതയുണ്ട്. വീഡിയോ റീച്ച് ചെയ്തത് നോക്കാം. അത്രയും നമുക്ക് അവരെ ഡ്രസ് താഴെ ഇനി വീണിച്ച് അവർക്ക് ഫസ്റ്റ് അതിന്റെ ഇടയിൽ അവർ വീഴാൻ പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും ഫോൾട്ട് ഉണ്ടായിട്ടും പാർട്ടി വിധികർത്താക്കളുടെ യോഗ്യത വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് DD ഓഫീസിനു മുന്നിൽ വിദ്യാർത്ഥികൾ പരാതിയുമായി എത്തി. ചില അധ്യാപകർക്ക് വേണ്ടിയാണ് കണ്ണടച്ചു വിധി നിർണയം നടത്തിയതെന്നും ഇവർ ആരോപിച്ചു. സംഭവത്തെ തുടർന്ന് മണിക്കൂറുകളോളമാണ് വേദിയിൽ വാക്തർക്കമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, മുഗ്രാൽ.